ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? ഒരുപാട് യാത്ര കഴിഞ്ഞു വരികയാണ്. ഇന്നലെ എത്തി, വീണ്ടും ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഇനിയും യാത്ര ചെയ്യുകയാണ്. ഞാൻ ഇന്നലെയുള്ളത് ഇതേ സമയമുള്ളത് എറണാകുളത്താണ്. നിങ്ങളൊന്ന് യാത്ര ചെയ്താണ് അതേ മുകളിൽ. ഇന്നലെ ഇതേ സമയം നമ്മൾ പ്രസംഗിക്കുന്നത് എവിടെയാണ്? എറണാകുളത്ത് ജാമിയ അഷ്അരിയയിലാണ്. അവിടുന്ന് പരിപാടി കഴിഞ്ഞ് രാവിലെ വീട്ടിലെത്തി. അവിടുന്ന് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് മർക്കസ് നോളേഴ്സിറ്റി ജാമിഉൽ ഫുത്തൂൽ ദലാലുൽ ഖൈറാത്തിന്റെ മജ്ലിസ് ഉണ്ട്. അവിടെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാളെ ആ ഉസ്താദ് പറഞ്ഞ സ്ഥലത്തൊക്കെ എവിടേക്കാന്ന് എനിക്കറിയില്ല, ഏതായാലും കുറെ പോവാണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് രാത്രി തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെ നേരെ എനിക്ക് തിരുവനന്തപുരം ഫ്ലൈറ്റ് അങ്ങനെ പോകണം, ബാംഗ്ലൂർ ചെന്ന്. അവിടെ ഒരു കുറ്റിയടിക്കാണ്ട് പുരക്ക്. ആ പുരക്ക് കുറ്റിയടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കവിടെ ആണ്ടൂർ പോകണം. സാധാ തിങ്കൾ ഊസ് ഉണ്ടാവും, അത് പങ്കെടുത്ത് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോരണം. പിന്നെ അത് കഴിഞ്ഞ് നേരെ മലേഷ്യയിൽ പോകണം. അവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല, അവിടെ വരെ നോക്കിച്ചാ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഉറങ്ങണം. ഭാര്യ മക്കളൊക്കെ നമുക്കുണ്ട്, ജിന്നൊന്നല്ല. ഭാര്യ മക്കളും കുടുംബമൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് വാങ്ങി കൊടുക്കണം. അവരെ കരച്ചില് മാറ്റണം, ഭാര്യയുടെ പരാതി മാറ്റണം. ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കണം. അപ്പൊ സമയത്തിൽ വലിയൊരു വിശാലത അള്ളാഹു നമുക്കങ്ങനെ ചെയ്തു തരികയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കുക, അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ വല്ലാത്തൊരു പ്രവർത്തനമാണ് ഈ ദഅവത്ത് എന്ന് പറയുമ്പോൾ. ഞമ്മക്കപ്പോ വീട്ടിലിരുന്ന് 2 കോയിമുട്ടും 2 തകിടും വരച്ചാൽ തന്നെ ഞമ്മക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വരം കൂടി ഉണ്ട്. ഇനി ജീവിക്കണം എന്ന് കരുതി വരക്കുകയാണെങ്കിലോ 4 കോയിമുട്ട ഉള്ളവർക്ക് 8 കോയിമുട്ട പറഞ്ഞാൽ മതി. അപ്പൊ ജീവിതം ഉഷാറാവും. ജീവിക്കണം എന്നുള്ളവരാണെങ്കിൽ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ സാദാത്യങ്ങൾ മുഴുവനും മുൻകാലത്ത് ചെയ്തു തന്ന അവരുടെ ജീവിതകാലത്തിൽ നിന്ന് മുതഅല്ലിം ദർസിന് വേണ്ടി, ഏതോ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. വേറൊരു സാ പറഞ്ഞില്ലേ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയല്ല, നമ്മളെ ഭക്ഷണത്തിനല്ല. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇവിടെയും അൽഹംദുലില്ലാ ഈ സ്ഥാപനം എത്ര മക്കളുണ്ട് ഇവിടെ പഠിക്കുന്നത്? 200 മുതഅല്ലിമീങ്ങൾ. ഇവിടെ മദ്രസയാ? അല്ല, അവിടെ മീമു യാവൊക്കെ എഴുതി. നമ്മളെ സിലബസാണ് ആണോ? എനിക്ക് അങ്ങനത്തെ കണ്ട ഭയങ്കര ഇഷ്ടമാണ്. മദ്രസ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ മുസ്താദ് അവറുകൾ ഇപ്പോൾ വയസ്സെത്രയായി? 88 കടന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് ഇപ്പോൾ ഇന്ന് രാവിലെ എറണാകുളത്തേക്ക് പോയി. എറണാകുളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ നിന്നും മലേഷ്യയിലേക്ക് പോവുകയാണ്. മലേഷ്യയിൽ നിന്നും നാട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞാൽ ബഗ്ദാദിലേക്ക് പോവുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ത് കാട്ടിയിട്ട് കാര്യമില്ല, കുസുമ്പ് കാട്ടിയിട്ട് കാര്യമില്ല, അഹങ്കാരം നടിച്ചിട്ട് കാര്യമില്ല. അത് ജീവിതകാലത്ത് 1307 സഖാഫിമാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. 1307 മക്കളെ ദീന് പഠിപ്പിക്കുകയാണ്. 5000-ഓളം പള്ളികൾ ഉണ്ടാക്കി, 1000-കണക്കിന് മദ്രസകൾ ഉണ്ടാക്കി. 5000 പള്ളിയിൽ വെച്ചുകൊണ്ട് കോവിഡ് സമയത്ത് എല്ലാ പള്ളികളും അടച്ചപ്പോഴും 2 ആള് സുജൂദ് ചെയ്യുന്നുണ്ട്, ഇമാമും മുഅദ്ദിനും. ഓല അവിടെ തന്നെ ഉണ്ട്. ഇമാമും മുഅദ്ദിനും സുജൂദ് ചെയ്യുമ്പോഴും സുബ്ഹാനല്ലാഹ് 5000 പള്ളിയിൽ നിന്ന് 2 ആള് സുജൂദും എത്രയായി? 10000 സുജൂദായി സുബൈക്ക്. അപ്പൊ 5 വക്തിന് 50000 സുജൂദായി. അതിന്റെ ചെറിയൊരു ശതമാനം അപ്പോഴും കിട്ടുകയാണ്. നമുക്കപ്പോൾ ഒന്നുമില്ല, നമുക്കൊന്നുമില്ല. നമ്മളെന്ത് ചെയ്ത്? നമുക്ക് ശരിക്കും മെച്ചേനെ കോവിഡില്. കാരണം അയൽവാസിന്റെ അടുത്ത് വരെ പോയിട്ട് പിത്തനാണ് പറയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാവരും മാസ്ക് ഇട്ടിട്ടാ, എല്ലാവരും മാസ്ക് ഇടാം. ഒരു അയൽവാസി നമ്മളെ വരേക്ക് വന്നാൽ തന്നെ നമുക്ക് അവനോട് തിരിച്ചാൽ മണ്ട പോ ഇങ്ങോട്ട് വരല്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും മരണത്തിന് പേടിയാണ്, എല്ലാവർക്കും മരണത്തിന് പേടിയാണ്. അപ്പൊ ആ സമയത്തും എപ്പോഴും ബാങ്കിൽ, നല്ല ഇസ്ലാമിക ബാങ്ക്, ആ അക്കൗണ്ട് ഇങ്ങനെ ക്ലിയർ ഉണ്ടാക്കുക. പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാക്കിയ ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും കൂടുതൽ മദ്രസ ഉണ്ടാക്കിയത് കോവിഡിലാണ്. ഏറ്റവും കൂടുതൽ മദ്രസ ഉണ്ടാക്കിയത് കോവിഡിലാണ്. എവിടെയും പരിപാടിക്കൊന്നും പോണ്ട, ഒരു നാട്ടിലെ പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയൊക്കെ ഓൺലൈനാണ്. 150 ആളുകൾ ഒരു മഹലിലുണ്ടെങ്കിൽ ആരും എടുക്കും പോകില്ലല്ലോ, വേറെ പണിയൊന്നുമില്ല, മൊബൈൽ മേലാണ്. 88 വയസ്സാകുന്ന
നമ്മളെ പെരയിലുള്ള വാപ്പി യൂട്യൂബ് തുറക്കാൻ പഠിച്ചത് കോവിഡ് തന്നെയാണ് സത്യം. എല്ലാം അറിയും. അതിൽ മൗലൂദ് നോക്കാൻ നോക്കി അറിഞ്ഞ് എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാഹ്. അതും കുറെ സംഗതിയാണ്. ആളില്ലാതെ പ്രസംഗിക്കാനുള്ള നല്ല ഒരു ഹിമ്മത്ത് കിട്ടിയത് കോവിഡിലാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നീച്ചു പോയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്തുകൊണ്ടാണ്? കോവിഡിൽ പ്രസംഗിച്ചിരിക്കണത്. കാരണം ആള് കൂടുതൽ വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും ചെയ്തത് ദീന് പഠിപ്പിക്കുക. മുതഅല്ലിമീങ്ങളുണ്ടായി. ഇവിടെയൊക്കെ ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അതൊക്കെ നടക്കണേ. അല്ലാഹു അലം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞു ഒരു മാസം 90 ലക്ഷം റുപ്യ വേണം. ഇവിടെ എത്ര വേണം? 8 ലക്ഷം. 8 ലക്ഷം റുപ്യ. മർക്കസിൽ ഒരു ദിവസം 5 ലക്ഷം. ഒരു ദിവസം 5 ലക്ഷം. 1.5 കോടി റുപ്യ വേണം. നിർമ്മാണം കൂടാതെ ഇറ്റങ്ങളൊക്കെ ഒന്ന് കറണ്ട് ബില്ലടച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി കൊണ്ടുപോകണമെങ്കിൽ അത്ര വേണം. അപ്പൊ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉസ്താദ് അവർക്ക് 5 ലക്ഷം റുപ്യ കിട്ടാൻ ഞാൻ ഉറങ്ങാൻ കഴിയില്ല. ഈ ഉസ്താദിന് ഒരു മാസമാകുമ്പോൾ 8 ലക്ഷം റുപ്യാണ്. നിങ്ങളല്ല ഇതിൻ്റെ ആള്. ഇപ്പൊ നോക്കി നിങ്ങൾ നല്ല ഉഷാറിലായിരിക്കണം. ഒരു കടമില്ലാത്ത മാതിരി കണ്ടാ മൂപ്പര് മുഖത്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. മൂപ്പര് ബാംഗ്ലൂർ 8 ബിൽഡിങ്ങുള്ള മാതിരിയാ കുത്തിരിക്കണണ്ട. ഒരുപാട് പ്രശ്നമുണ്ടാവും. അത് പിന്നെ ഉസ്താദ് എബിസ പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ബുഖാരിക്ക് ഇങ്ങനെ ചെന്നാൽ കടക്കണ് കൂടുന്നതാണ്. ഇപ്പൊ മർക്കസിന് 24 കോടി റുപ്യ കടമുള്ളൂ. ആ കടം നിങ്ങളൊക്കെ അതിനൊരു വീട്ടാളൊരു പദ്ധതി ഉണ്ട്. നിങ്ങളൊക്കെ തരണതിന് പോവാവും തരണ്ട. ആ 24 കോടി റുപ്യ ഇങ്ങനെ കടമുണ്ടെങ്കിലും ബുഖാരിക്ക് ഇങ്ങനെ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് അതിനൊരു സമാധാനമാണ്. കാരണം ഈ മക്കളെങ്ങനെ കാണുമ്പോൾ അത് എല്ലാ സ്ഥാപനത്തിനും അതങ്ങനെ നല്ല കടങ്ങൾ എല്ലാ സ്ഥാപനത്തിനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു കടം ഇല്ലാതെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജാരിയായ ഒരു സദഖ എന്ന നിലയിൽ അൽഹംദുലില്ലാഹ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒരു പരിഹാരമാകുമെന്ന നിലയിലാണ് ഈ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ അതിന് വലിയൊരു സഹായം ചെയ്തു തന്നാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഒരു പില്ലർ 25,000 റുപ്യ. ആരാണ് അൽഹംദുലില്ലാഹ് ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു കെട്ടിടത്തിന് അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുമ്പോഴും അതുകൊണ്ട് ഈ മുതഅല്ലിമീങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ചെലവിലേക്കാണ് അത് വരുന്നത്. അപ്പൊ ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ 25,000 റുപ്യ കൊടുത്തു, അത് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഈ 25 കൊടുക്കണം അൽഹംദുലില്ലാഹ് എന്നും നമുക്ക് കൂലിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഒരു 25,000 റുപ്യ ഒരു പില്ലർ തരാൻ പറ്റുന്ന ഒരാൾ ഒരു ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരാൾ ഇവിടെ കൈപ്പൊക്കെയാണ്. അല്ലാഹു തആല ഓന് ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. ഐശ്വര്യത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ ഒരു പില്ലർ തരാൻ പറ്റുന്ന ആൾ? ഒന്നിച്ചു കൊടുക്കണ്ട. ഒരു 5,000 റുപ്യ വെച്ച് ഒരു 5 മാസം കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ 25,000 റുപ്യാവും. അൽഹംദുലില്ലാഹ്. ഒന്നിച്ചു കൊടുക്കാൻ കഴിയൂലെങ്കിൽ ഒരു 5,000 റുപ്യ ഇങ്ങനെ കൊടുത്താൽ ഒരു 25,000 റുപ്യ. ബിസ്മില്ലാ. ആരാ ഒരു പില്ലർ അൽഹംദുലില്ലാഹ് തരാൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടോ നമ്മൾ ഈ സദസ്സിൽ? ബിസ്മി ചൊല്ലി ആരുമില്ലേ? നല്ല സന്തോഷത്തോടുകൂടെ ഒരു പില്ലർ ഞാൻ തരും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും, അതും പറ്റും. സ്വന്തം കഴിയൂലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആരുടെയെങ്കിലും ഒക്കെ സമാഹരിച്ച് ഒരു പില്ലർ ഞാൻ ഉണ്ടാക്കി തരും. അങ്ങനെയും കുറെ ഉസ്താദുമാരെ കൊണ്ടുവിടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഹാജാത്തങ്ങളെ ബർക്കത്തുകൊണ്ട് 232 മദ്രസകളുടെ ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു പില്ലർ തുടക്കം കുറിക്കുന്ന ഒരാൾ അല്ലാഹുവേ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ ഒരു പില്ലർ? അൽഹംദുലില്ലാഹ്. ഉണ്ടാ ആരുല്ലേ നമ്മളെ അൽഹംദുലില്ലാഹ് ഒരു പില്ലർ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉണ്ട് ഇല്ല? അല്ലാഹു രണ്ടുപേർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതിന്റെ മിസ്ല സവാബ് ആ വാപ്പന്റെ ഉമ്മന്റെയും ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ആ പൊരുത്തം കൊണ്ട് ആ ഏറ്റെടുത്ത മോന് വലിയ ഖൈർ കൊടുക്കണം റഹ്മാനെ. ഞാനീ ചോദിക്കുന്നത് മുതഅല്ലിമീങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണല്ലോ. അൽഹംദുലില്ലാഹ്. ഏറ്റെടുക്കുന്നവരുടെ ഖൽബിനെ കാണുന്നുണ്ട്. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്
ഖാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുത്ബുൽ അഖ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഈ സദസ്സിനെ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഒരാൾ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ അൽഹംദുലില്ലാഹ് ഒരു പില്ലർ സംഭാവന നൽകട്ടെ എന്ന നല്ല മനസ്സോടെ പറയാൻ ബിസ്മില്ലാ. ആരാ രണ്ടാമത്തെ ഒരു പില്ലർ പറയാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗം പറഞ്ഞോളി. അൽഹംദുലില്ലാഹ്. ആരുല്ലേ? ഉണ്ടാവും. 25,000 റുപ്യ. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഒരു പില്ലർ ഉസ്മാൻ ജൗഹരി ഉസ്താദ്. ബാപ്പിയമ്മ കണ്ടോ? മരിച്ചുപോയി. നല്ല വയല് പറയുന്ന ആളാണ്. അല്ലാഹു നല്ല ഹിമ്മത്ത് കൊടുക്കട്ടെ, നല്ല തഅ്സീർ നൽകണം അല്ലാഹ്. ആ വാപ്പയും ഉമ്മയും മോനെ പഠിപ്പിച്ച ഒരു രംഗമുണ്ട്. മദ്രസയിലേക്കും സ്കൂളിലേക്കും ദർസിലേക്കും ആക്കിയ ഒരു രംഗമുണ്ട്. ഇന്ന് വയല് കാണാൻ ചിലപ്പോൾ വാപ്പയും ഉമ്മയും ഇല്ലെങ്കിലും അല്ലാഹുവേ അവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണം അല്ലാഹ്. വീടുണ്ടാക്കിയോ? സ്ഥാപനം നടത്തുന്നുണ്ട് ദാറുർ റഹ്മ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. ഈ സ്റ്റേജിലും സദസ്സിലൊക്കെ ഒരുപാട് ഉസ്താദുമാര് സ്ഥാപനം നടത്തുന്ന ആളുകളുണ്ട്. പടച്ചവനെ എല്ലാവർക്കും ഖിദ്മ ചെയ്യാം, എനിക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. ഞാൻ പിന്നെ സ്വന്തമായി സ്ഥാപനം മർക്കസിന്റെ ആൾ. അൽഹംദുലില്ലാഹ്. മോനെ ഹിഫ്ദിൽ പഠിക്കണം. അല്ലാഹു നല്ല നല്ല ഹാഫിളാട്ടെ. ഹിഫ്ദിലുള്ള ഖുവ്വത്ത് അല്ലാഹു നൽകട്ടെ. 2 പില്ലർ. മൂന്നാമത്തെ അബ്ബാസ് ഹാജി നാട്ടുകല്ല്. പാലക്കാടോ? ഇവിടെ നാട്ടുകല്ല്. അതെ, ഇവിടെ ഉണ്ട്. ആ പേരൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞാ പേക്കും അല്ലേ? അബ്ബാസ് ഹാജി. ബാപ്പിയമ്മയുണ്ട് അബ്ബാസ് ഹാജിന്റെ. രണ്ടാളും മരണപ്പെട്ടു പോയി. മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞാൻ ഓരോ ദിവസവും ഞാൻ കൈ നീട്ടാറുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, സാന്ത്വന ഭവനങ്ങൾ ഉണ്ടാക്കാൻ, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തേക്കാൻ, സുബ്ഹാനല്ലാഹ് ഉസ്താദുമാരുടെ ശമ്പളങ്ങൾ, കറണ്ട് ബില്ലുകൾ ഉൾപ്പെടെ ഓരോ ദിവസവും മജ്‌ലിസിൽ വെച്ചുകൊണ്ട് കൈനീട്ടുമ്പോൾ അവിടെയൊക്കെ ഏറ്റെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ്. ബിസ്മില്ലാഹ്. നാലാമത്തെ ഒരാള് ബാദുഷാ. മുഗ്രാൽ. അതന്നെ, കാസർഗോഡ്. അൽഹംദുലില്ലാഹ്. ബാപ്പിയമ്മയുണ്ടോ? മോനെ കൂടുതൽ സമയിക്കണ്ട എൻ്റെ അടുത്ത്. എന്തൊരു ചെക്കായി അല്ലാഹ്. വാപ്പയില്ല. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ആ ഏറ്റെടുത്ത കൂട്ടുകാരനെ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. 4 പില്ലർ. അഞ്ചാമത്തെ പില്ലർ അല്ലാഹ്. വീട് കെട്ടിയിട്ടില്ല. അല്ലാഹു പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നല്ല വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ബാങ്കുമായി ബന്ധപ്പെടാതെ ഒരു കൊച്ചു വീടുണ്ടാക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അഞ്ചാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ അഞ്ചാമത്തെ പില്ലർ? ഉണ്ടാ? ഇപ്പൊ നിർത്തും. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ അഞ്ചാമത്തെ പില്ലർ പറയാൻ? അല്ലാഹ് ഒരു റൂമായി. അൽഹംദുലില്ലാഹ്. അഞ്ചാമത്തെ പില്ലർ പറയാൻ എന്നാ പകുതി പറഞ്ഞോളി. 12,500. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? 12,500. അൽഹംദുലില്ലാഹ്. ഒരു 2,000 റുപ്യ എങ്ങനെ കൊടുത്താൽ 5 മാസം കൊണ്ട് 10 റുപ്യ. ബിസ്മില്ലാ. ആരാള്? ഒരു 12,500 പറയാൻ പറ്റും. മരിച്ചുപോയ വാപ്പയുടെ ഉമ്മയുടെ മേൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി വരക്കാൻ, ആഫിയത്തിന് വേണ്ടി വരക്കാൻ. ബിസ്മില്ലാ. ആരുമില്ലേ 12,500 തരാൻ? എല്ലാവരും വേമ്പ പറയും. ആരുമില്ല 12,500 പറയാൻ പറ്റിയ ആള്? ചെറുതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. 12,500. ആരാ? സന്തോഷത്തോടെ 2 ആളുകൾ കൂടി ഇൻഷാ അല്ലാഹ് അഞ്ചാമത്തെ പില്ലർ പൂർത്തീകരിക്കാൻ. ബിസ്മില്ലാഹ്. ആരാള്? ആരുമില്ലേ? ആരുമില്ല. നിർത്തുക. ആരാള്? വേപ്പനോട് കുറെ ഉണ്ടാവണത്. 12,500 പറയാൻ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. 12,500 റുപ്യ ആകണം. 12,500. പാപ്പിയമ്മയൊക്കെ ഉണ്ടെങ്ങളെ
ഇല്ല. രണ്ടുപേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും നീ ഖൈർ നൽകണം റഹ്മാനേ. 5 ആരാ ഒരാൾ കൂടി 12,500 പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ല, ഒരാളും കൂടി 12,500 പറഞ്ഞ് 5ാമത്തെ പില്ലർ പൂർത്തീകരിക്കാൻ എന്ത് വിഷയം മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നുവോ ആ വിഷയം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഖമറുദ്ദീൻ 12,500 വാപ്പിയും വേണ്ട മോനെ. വാപ്പി കാപ്പിയങ്ങള് അതെ, അതിനാണ് കൂടുതൽ വഹിക്കണ്ടോ വെച്ച് എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ ചെറിയ പൈസ ചോദിക്കാൻ പോവാണ്. അപ്പോൾ 1 ദിവസം കന്നോട് എല്ലാവരും തരും. ആകെ 2 ആളുണ്ട്. ഞാൻ ചോറുന്നാ നേരത്തെ എത്രങ്ങാനും ടീമേനി അവിടെ എൻ്റെ വെയ്ത്താലെ ഒരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോന്നാ പേര് നമ്മളെ പേര് ഒറ്റത്തിന് കാണാൻ എല്ലായിടത്തും അങ്ങനെ തന്നെ. ബാങ്കത്തെ എല്ലായിടത്തും ഉണ്ടാവും. വണ്ടിങ് മലക്ക് തിരക്കനുണ്ടാക്കിയിരുന്നു. സുമാണെന്താ ഭയങ്കര തിരക്കായി ഉടായിപ്പ് തിരക്കല. അല്ലാഹ് അൽഹംദുലില്ലാഹ്. 5000 തരാൻ പറ്റുന്നവരാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ 5 വില്ലറായി. 6ാമത്തെ വില്ലർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് ഞാൻ പറയും ഒരു 5000 റുപ്യ 5 ആൾ കൂടുമ്പോ ബിസ്മില്ലാ ഒരു വില്ലറാവൂല. മാലയല്ലേ അല്ലേ? അല്ലാഹ് കല്യാണം കഴിഞ്ഞ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പിമ്മണ്ടല്ലേ അപ്പയില്ല. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. കുടുംബത്തിലും കുടുംബജീവിതത്തിലും നീ സന്തോഷം നൽകി സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. ബിസ്മില്ലാഹ്. 5000 അൽഹംദുലില്ലാഹ്. ഇപ്പൊ 2ാമത്തെ റൂം ഇങ്ങനെ പൂർത്തിയാകാണ്. അപ്പോൾ ഈ പില്ലർ കൂടി ഉണ്ടായ 2 റൂമാവും. ബിസ്മില്ലാഹ് അവിടെ പൂർത്തിയാകണ്ട. ഒരു 5000 2ാമത്തെ ആൾ പറയും. മാലിൻ്റെ ഒപ്പം 4 ആൾ കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ 5000. ഒരു 5000 തരാൻ കഴിയാതെ ഇപ്പം നിങ്ങളീ കുത്തിരിക്കണ്. അങ്ങനെ 5000 2 ആളും 5000. ഐദറും അതിൻ്റെ ഒപ്പമുള്ള ആളും 2 ആളും എടുത്തെടുത്താണ്. അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉണ്ടാക്കൂല്ലേ? ആ ബേ ചെല്ലി സക്കാബി എന്തെങ്ങളി എത്രങ്ങാനും പരിപ്പങ്ങളൊക്കെ മർക്കസും തിന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഐദറും പിന്നെ ബാപ്പിയമ്മയുണ്ട് ചോദിക്കും. ബേ ചോദിക്കും. ഇന്നൊന്ന് തിരിങ്ങൾക്ക് വാപ്പുണ്ടോ? ചിലവൾ നാളൊരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഓനെന്നെ പേക്ക് കാരണം ആണ്ടൊന്നും കഴിച്ചല്ലേ. അപ്പോൾ ആരാ മരിച്ചോന്ന് ഓർമ്മയില്ല. നാളൊരു സാക്ഷി വന്നപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കും. എന്തിനാ ചോദിച്ചാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ചോദിക്കുകയാണ്. അള്ളാഹു അതേ അള്ളാഹു കബൂലാക്കട്ടെ. 2 പേർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. അപ്പൊ 15 20 അബ്ദുറഹ്മാൻ ചിക്മാംഗ്ലൂർ. അല്ലാഹ് 5000 റുപ്യ 5000. അതിനറിയാം മുമ്പർക്ക് ഞാൻ പറഞ്ഞു വേറെ തമാശ ഇപ്പൊ പറയാൻ പറ്റില്ല. ഓൺലൈനായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. പാപ്പയുണ്ടോ? പാപ്പയും ഉമ്മയുമില്ല. 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഒരാളും കൂടി 5000. ഒരാളും 5000 ഹുസൈൻ 5000. അപ്പൊ 5 ആൾ കൂടിയിട്ട് അൽഹംദുലില്ലാ 6ാമത്തെ പില്ലർ. അപ്പൊ 2 റൂമായി. വാപ്പയും ഉമ്മയുമില്ല. നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പൊ 2 റൂമിന്റെ പില്ലറായി. 3ാമത്തെ പില്ലർ അൽഹംദുലില്ലാ നമ്മളെ ഫുള്ളായിട്ട് പറയാൻ പറ്റിയ ഒരാള് ആരാ? ഒരു റൂം ഫുള്ള് ആരാ? അല്ലാഹ് സുലൈമാൻ ഹാജി സിംഗാരി. ആ പേരിട്ട 2 റൂമിനുള്ള പൈസകളുണ്ട് മുമ്പേ. പേര് അങ്ങനെയുള്ള പേര് കണ്ടാ അറിഞ്ഞ നമുക്ക്.
അൽഹംദുലില്ലാഹ് 1,62,000 ഒരു റൂം കാമിലായി അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഹുസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുതുബുൽ അഖ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് 1,62,000 രൂപ അൽഹംദുലില്ലാഹ് റൂം ഫുള്ള് അല്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാഹ്. ഹമീദ് മദക്ക ശരിക്കും പറഞ്ഞോണ്ട് ഞാൻ അതിൽ കൂടെ പറയും എന്തെങ്കിലുമൊക്കെ. അൽഹംദുലില്ലാഹ് 5,000 അല്ലാഹു കബൂലാക്കട്ടെ. പാപ്പിയമ്മയെ കണ്ട ഹമീദ് കണ്ടേ ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി ആരാ 5,000 തരാൻ പറ്റും? ആകണം 5,000. ഈ സഖാഫിനെ ഞാൻ 5,000 റുപ്യ പാപ്പിയമ്മയുണ്ടോ? ഉപ്പയും ഉമ്മയും ഭാര്യയും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. ബിസ്മില്ലാഹ് 5,000 അല്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അങ്ങനെ 6 പില്ലർ കഴിഞ്ഞ് 7ാമത്തെ പില്ലർ ദറാമനാജിന്റെ 4 പില്ലർ അവിടെ ഉണ്ട്. അപ്പോ 6ഉം 4ഉം 10. 10ഉം അൽഹംദുലില്ലാഹ് 12 13ാമത്തെ പില്ലർ. ബിസ്മില്ലാഹ് അല്ലാഹ്. ആരാ? അൽഹംദുലില്ലാഹ് പില്ലറാണ് പാർക്കട്ടെ. എന്തെങ്കിലും ബാക്കിയോ? ഇത് എത്ര റൂമുണ്ട് സാർ? കുറെ റൂമുണ്ടല്ലേ? ഇർഷാദ് അതെ, അത് ബാക്കി പറയണ്ട. ഞാൻ പറഞ്ഞ വേക്കൂച്ചിട്ട് എന്താ ഈ സഖാബിനെ പാപ്പിയുണ്ട് ഇർഷാദിന്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ ഇവിടുന്ന് മാത്രമല്ല, ഇവർക്ക് എല്ലാ ദിവസങ്ങൾക്കും ആയിരിക്കും. എൻ്റെ എല്ലാ മജ്ലിസിലും ഓരോ ദിവസം പോകുമ്പോൾ എൻ്റെ എല്ലാ സദസ്സും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് തവസ്സുലാക്കിയിട്ടാണ് ഞാൻ ചോദിക്കണേ. കുറേ മുത്തുമുമിനികൾ ഉണ്ടാവുമല്ലോ ഇവിടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. ബിസ്മില്ലാഹ്. ഉമർ ഹാജി എത്ര? 5,000 റുപ്യ. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. 2 ഉപ്പയും ഉമ്മയും ഇല്ല, 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് 5,000 അല്ലാഹ്. സീർണി അവിടെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ തോന്നാള് മൈക്കും കൊണ്ട് അങ്ങോട്ട് പോവാ. ഭക്ഷണമുള്ളിടത്താണ് ആളുകൾ. ഞാൻ കരുതി എന്തപ്പോ അവിടെ ഭയങ്കര തിരക്കുണ്ടാണ്. അതങ്ങനെയാണ് ആളുകൾക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി ഞങ്ങൾക്കും പോകാൻ പൂജ്യം, അങ്ങോട്ട് നോക്കിക്കോളെ. ആണല്ലേ? ആ തിരക്ക് പോയിട്ട് കാര്യമില്ല. കുറച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനില്ലേ കോട്ടയിൽ? കഴിയൂലേ? ശരിക്കും അങ്ങനെ ചെയ്യണ്ടേ? ഇവർക്കാ കൊടുക്കണ്ടേ? ഇത് യോഗത്തിന് നേരം വെക്കി വരുന്നവർക്ക് ഒരു പ്രശ്നമല്ല. ചീത്തക്കാർക്ക് കിട്ടല് നേരത്തെ വന്നവർക്ക്. ആരെ പറ്റി? ലാസ്റ്റ് വരുന്നവരെ പറ്റി അല്ലേ? അങ്ങനെയല്ലേ കണക്ക്? അങ്ങനെ കണക്ക്. മുത്തുമുമിനികൾ ഇങ്ങനെ ഇരിക്കും, നേരത്തെ വന്ന് ഒലിഞ്ഞ് പോലെ അവിടേക്ക് തിരക്കാൻ പോകാൻ പറ്റുമോ? കഴിയൂല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അപ്പം എല്ലാവരും കൊണ്ട് മുഹമ്മദ് ഹാജി എത്ര? 5,000 അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നമ്മൾ നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇക്ബാൽ അനീഫിയത്തിന് 5,000 അല്ലാഹ്. 14ാമത്തെ പില്ലർ ഇവിടെ പഠിച്ച വിദ്യാർത്ഥിയാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3 ആളായി. 2 ആളും കൂടി പറഞ്ഞ 14 പില്ലറാവും. ബിസ്മില്ലാഹ്. അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും നമുക്കും നമ്മളെ മക്കൾക്കൊക്കെ അല്ലാഹു നൽകട്ടെ. ബിസ്മില്ലാഹ്. ഞാൻ 5,000 തരാൻ പറ്റുന്നവര് ഇനി നമ്മൾ ഒന്നുകൂടി ചെറുതാക്കുക എല്ലാവരും കൂടാ. 3,333. 3 ആൾ പറഞ്ഞ 10 റുപ്യാവും. ബിസ്മില്ലാഹ്. ഒരു ഉദ്ഘാടനം ചെയ്ത് 3,333. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ്. ചെറിയ പൈസ. 1,000 3 വട്ടം കൊടുത്താലോ 3,333 റുപ്യ പറയാൻ പറ്റുന്ന ആൾ ആരുമില്ല? അല്ലാഹ്. ഓൺലൈനിൽ ആരെയുണ്ടോ? എന്താണ് ഈ നിയമം?
ഇനി നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ചെറിയ അത് വരൂല. ഞാൻ വരാനുള്ള വേദൊക്കെ നേരത്തെ പറഞ്ഞു. ഞാൻ അൽഹംദുലില്ലാഹ് ഈ മോമിനിയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വരക്കാം. ചെറിയൊരു പൈസ ഞാൻ ഒരാൾ 3000 അള്ളാഹു കബൂലാക്കട്ടെ അൽഹംദുലില്ലാഹ്. ഇനി ചെറിയൊരു പൈസ ഞാൻ കൊടുക്കച്ച ഒരു 1000 റുപ്യ അതെല്ലാവരും കഴിയും. എല്ലാവരും തരണം. മുത്താലിമീങ്ങളോ 1000 3000 1000 റുപ്യ 1000 കൈകളൊക്കെ ഒന്ന് കൈപൊക്കിയാണ് ദ്വാരക്കാൻ പോകണം. ചെറിയ പൈസ ബിസ്മില്ലാ. ഒരു ഉദ്ഘാടനം ചെയ്താൽ എല്ലാവരും 1 2 3 4 5 6 അൽഹംദുലില്ലാഹ് 7 2000 1000 റുപ്യ തരാൻ ആളുകളൊക്കെ അവിടെ ലിസ്റ്റ് കൊടുക്കും. അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാഹ് ഒരു 1000 റുപ്യ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമ്മളെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ കൊടുക്കണം. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ.